ശബരിമല സന്നിധാനത്തെ വനമേഖലകളിൽ മഴയ്ക്ക് ശമനം. സ്വാമി അയ്യപ്പൻ റോഡിലും വൻ നാശനഷ്ടമാണുണ്ടായത്. വൈദ്യുതി ലൈനുകൾ പൊട്ടിവീണു, മരങ്ങളും ചില്ലകളും ഒടിഞ്ഞു വീണു. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, വനമേഖലയിലെ മഴയ്ക്ക് അല്പം ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഈ മേഖലകളിലെ ഈ അപകട സാധ്യത, ഒപ്പം മരങ്ങളടക്കം പൊട്ടിവീണ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയും നീക്കുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെ പുരോഗമിക്കുകയാണ്? കെ.പി. ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ സ്വാമി അയ്യപ്പൻ റോഡിൽ മരം കടപുഴകി വീണത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇന്നലെ ശക്തമായ മഴ, ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴ ഇന്ന് പുലർച്ചെ വരെയും നീണ്ടു നിന്നു. അതിശക്തമായ മഴ തന്നെയായിരുന്നു വനമേഖലയിലും സന്നിധാനത്തും എല്ലാം തന്നെ, ഈ സ്വാമി അയ്യപ്പൻ റോഡിലും എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അതേ തുടർന്ന് തന്നെയാണ് ഇന്നലെ നിലയ്ക്കലിൽ എത്തിയ ഭക്തന്മാരെയെല്ലാം നിലയ്ക്കലിൽ വൈകിട്ട് 8 മണിക്ക് അവിടെ തടഞ്ഞു നിർത്തുകയും അതിനുശേഷം ഇന്ന് പുലർച്ചെ മാത്രമാണ് കടത്തിവിട്ടത്. അതുകൊണ്ട് തന്നെ ഈ വനമേഖലയിൽ ഉണ്ടായ അപകടം അത് ആരെയും പ്രതികൂലമായി ബാധിച്ചില്ല. ഇന്ന് പുലർച്ചെ 2:30-3 മണിയോടുകൂടി തന്നെ ആ മരങ്ങളെല്ലാം വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇന്നലെ എത്തിയ നിരവധി ഭക്തർ, അതായത് പുലർച്ചെ നട തുറക്കുമ്പോൾ തന്നെ അയ്യപ്പ ദർശനം നടത്താനും നിറപുത്തരിയിൽ അടക്കം പങ്കെടുക്കാനും എത്തിയ നിരവധി ഭക്തരാണ് ഈ രീതിയിൽ കുടുങ്ങി നിലയ്ക്കൽ നിൽക്കേണ്ടി വന്നത്. ആ രീതിയിൽ നിന്ന് പാലക്കാട്ടു നിന്ന് വന്ന ഭക്തർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. എത്ര മണിക്ക് നിങ്ങൾ ഇന്നലെ നിലയ്ക്കൽ എത്തി? എപ്പോൾ ഇന്ന് രാവിലെ മല കയറാൻ സാധിക്കും? 2:30 മണിക്ക് ഞങ്ങൾ നിലയ്ക്കലെത്തിയതാണ്. 9 മണിക്ക്. അതുവരെ പോകാൻ പറ്റില്ല, 90% മടങ്ങിപ്പോണമെന്ന് മാത്രം പറഞ്ഞ് നിർത്തിയതാണ്. 9 മണിക്കാണ് ഞങ്ങളെ വിട്ടത്. അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. 2 മണിയോടെ ഇന്നലെ അറിഞ്ഞത് രാത്രി 9 മണി തൊട്ടിട്ട് വിടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ 9 മണിക്ക് എത്തി ഞങ്ങളുടെ കൂടെ വന്ന കുറേ ടീമുകൾ അവരെല്ലാവരും അവിടെ നിന്ന് ഈ പറഞ്ഞ രാവിലെ 9 മണി വരെ, അതും ഉറപ്പില്ലാതെ 9 മണി വരെ നിന്നു. ഉറപ്പ് പിന്നെ 9 മണിക്ക് ശേഷമാണ് നിങ്ങളെ വിട്ടോളൂ എന്നുള്ളത് പറഞ്ഞത്. അതൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, അത് പ്രത്യേകിച്ച് ശബരിമല പോലെയുള്ള ഒരു സ്ഥലത്ത്. പിന്നെ ജനൻ ഒരു കവറേജ് മാത്രമേ ഇപ്പോൾ എവിടെയും കണ്ടിട്ടുള്ളൂ. ഇതുവരെ ഹരിവരാസനം കൃത്യമായിട്ട് കാണുന്നത് ജനൻ ടിവിയുടെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. വേറെ ഒരു ചാനലും ഇത് കവർ ചെയ്തിട്ടില്ല. ഇപ്പം നിങ്ങൾ മല കയറുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? മല കയറുമ്പോൾ വേറെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. മഴ പതുക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പാലക്കാട് നിന്ന് വരുമ്പോൾ തൊട്ട് തുടങ്ങിയ മഴയാണ്. ഇത് ഇവിടെ എത്തുന്നവരെ ഉണ്ടായിരുന്നു. 9 മണി വരെ ഉണ്ടായിരുന്നു. 9 മണി ദർശനം വളരെ സുഖമായിരുന്നു. തിരക്ക് വളരെ കുറവായിരുന്നു. എല്ലാം നന്നായി നടന്നു. കാത്തിരുന്നാലും കാര്യങ്ങളെല്ലാം നന്നായി നടന്നു. തീർച്ചയായും നല്ല ഹാപ്പിയാണ്, നല്ല സന്തോഷം. കൊച്ചു മാളിയപ്പുറം അടക്കമാണ് വന്നത്. മോൾ അയ്യപ്പനെ ചൊവ്വന് കണ്ടു തൊഴുതോ? എന്തോ അയ്യപ്പനോട് പ്രാർത്ഥിച്ചേ? എന്തായാലും കൊച്ചു മാളിയപ്പുറം അടക്കം ഇന്നലെ രാത്രി 12 മണിയോടുകൂടി നിലയ്ക്കലിൽ എത്തിയതാണ്. എന്നാൽ അവർക്ക് ദർശനം നടത്താനായി ഇവിടേക്ക് കടത്തിവിട്ടിരുന്നില്ല. പുലർച്ചെ 9 മണിയോടെയാണ് കടത്തിവിട്ടത്. ആ സമയം അവിടെ രാത്രി 9 മണിയോടെ എത്തിയവരടക്കം ഉണ്ടായിരുന്നു എന്നതാണ് പറയുന്നത്. അവർക്കെല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായി. എന്തായാലും എല്ലാവരും ദർശനം നടത്തി. ചൊവ്വന് തൊഴാൻ പറ്റിയോ? നമ്മുടെ സംഘത്തിൽ ഏകദേശം 6 വണ്ടി ഉണ്ടായിരുന്നു. ഈ 6 വണ്ടിയിലും കൂടെ ഏകദേശം 117 പേരുണ്ടായിരുന്നു. അതിൽ 4 പേര് കുഞ്ഞു മാളികപ്പുറങ്ങളാണ്. ഈ മാളികപ്പുറങ്ങളെയും കൊണ്ട് നിലയ്ക്കലിൽ ഇപ്പോൾ വിടും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതീക്ഷയോടെ നിൽക്കുകയായിരുന്നു. ഒരു ഏകദേശം രാവിലെ കാലത്ത് 8-9 മണി, ഇന്നലെ രാവിലെ വന്ന് തമ്പടിച്ചുകൊണ്ടിരുന്നവരാണ്. കാലത്ത് ഒരു 8-9 മണിയാകുമ്പോൾ കളക്ടറുടെ ഭാഗത്ത് നിന്ന് മെസ്സേജ് വന്നു, കടത്തിവിട്ടോളാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം വന്നു. ദേവസ്വം ബോർഡ് അത് അനുവദിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് മുഴുവൻ ഭക്തരെയും കടത്തിവിട്ടു. സുഖദർശനം ഭഗവാന്റെ നിറപുത്തിരി കഴിഞ്ഞുകൊണ്ട് നെൽക്കതിരുമായി വീടുകളിലേക്ക് തിരിച്ചു ചെല്ലുന്നു. സായുജ്യം ഭഗവാനെ കണ്ട്, സായുജ്യം ഈ തത്വമസി പ്രിയനെ ഏകാന്തവാസനെ കണ്ട് സായുജ്യം അടഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും വീടുകളിലേക്ക് തിരിച്ചു ചെല്ലുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. അതുതന്നെയാണ്, അല്പം വൈകിപ്പോയെങ്കിൽ പോലും അവർ ഇപ്പോൾ അതിൻ്റെ നല്ല ദർശനം ലഭിച്ചതുകൊണ്ട് അവരെല്ലാം വളരെ സന്തുഷ്ടരായാണ് മടങ്ങുന്നത്. നിറപുത്തിരി പൂജിച്ച് അതൊക്കെ വാങ്ങി പ്രസാദമായി വാങ്ങിയാണ് അവർ മടങ്ങുന്നത്. എന്നാൽ ഏറെ നേരം നിലയ്ക്കലും മറ്റു ഈ പ്രകൃതിയുടെ പ്രശ്നം കൊണ്ടും കളക്ടറുടെ നിർദ്ദേശങ്ങൾ കൊണ്ടും എല്ലാം തന്നെ അവർക്ക് മലയിലേക്ക് കയറാൻ വലിയ ഒരു താമസം ഉണ്ടായി എങ്കിൽ പോലും ഇപ്പോൾ അവരെല്ലാം നല്ല ദർശനം ലഭിച്ചതിൻ്റെ സന്തോഷത്തിൽ തന്നെ ആണ് മടങ്ങുന്നത്. കെ.പി. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. വനമേഖലയിലെ മഴയ്ക്ക് ശമനമുണ്ട്. ഇപ്പോഴും അവിടെ ഈ പൊട്ടിവീണ മരങ്ങളടക്കം നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം അത് പൂർണ്ണമായി കഴിഞ്ഞു. ഭക്തർക്ക് കൃത്യമായ രീതിയിൽ സഞ്ചരിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ വലിയ ദുരിതമാണ്, വലിയ വേദനകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർക്ക് നേരിടേണ്ടി വന്നതാണ്.